VR അനൂപ്. ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. VD സതീശൻ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ PM ശ്രീയിൽ എടുത്തിരുന്ന നിലപാട് എന്നൊന്ന് കാണാം, അതിനുശേഷം ചോദ്യം. എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ പണ്ട് CPM BJP ബന്ധത്തിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിൻ്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിൻ്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീയെക്കുറിച്ചുള്ള VD സതീശന്റെയും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട്. ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അത് മാറിയിരിക്കുന്നു. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. PM ശ്രീയുടെ ലിസ്റ്റ് മുകളിൽ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് PM ശ്രീ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ തെലങ്കാനയും കർണാടക ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ല, ഇവരുടെ ഒരു വലിയ നിലപാടിൻ്റെ രാജകുമാരനുണ്ട് KM ഷാജി. അറബിക്കടലിൽ PM ശ്രീ ഒഴുക്കുമെന്നോ അവിടെ കുഴിച്ചു കൂടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചങ്ങായിക്കൊന്നും ഇപ്പം നാക്കില്ല, ആകെ മൂടി കെട്ടിയിട്ടുള്ളത്. വാക്കിന് വ്യവസ്ഥയില്ലാത്ത നിലപാടാണ് ഇവർക്കുള്ളതെന്ന് ഇപ്പോൾ ഇവർ തെളിയിച്ചു കഴിഞ്ഞു. അന്ന് മൈക്കിലൂടെ KM ഷാജി പറഞ്ഞത് മഹാത്മാഗാന്ധി കടന്നു വരും, നെഹ്റു കടന്നു വരും എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ കാവി രാഷ്ട്രീയമാണോ ഇതിൽ കടന്നു വരുന്നെന്നുള്ളത് നമുക്ക് തീർച്ചയായും കാണാൻ വേണ്ടി പറ്റും. ഇവർ കാവിക്ക് കുടപിടിക്കുകയാണെന്നുള്ളത് തീർച്ചയായും ജനങ്ങൾ മനസ്സിലാക്കും.